തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂലം ഏറെക്കുറെ വ്യക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണം ഇനി എങ്ങോട്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശക്തമായ പ്രചാരണമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലുമുള്ള ശക്തമായ പ്രചാരണം നടന്നു. ബി ജെ പിയുടെ ഭാഗത്തു നിന്നും നമുക്കറിയാം അവരുടേതായ മണ്ഡലങ്ങളിലടക്കം ശക്തമായി തിരുവനന്തപുരം ഉൾപ്പെടെ പാലക്കാട് ഉൾപ്പെടെയുള്ള അവരുടെ ശക്തി കേന്ദ്രങ്ങളടക്കം അവർ കരുത്തായ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തി. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ തിരുവനന്തപുരം അടക്കമുള്ള അവരുടെ പ്രബല കേന്ദ്രങ്ങളിൽ ഇറങ്ങി നന്നായിട്ട് പണിയെടുത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ കടന്നുപോയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ പലയിടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി കണ്ണൂരടക്കമുള്ളിടത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പി ഡി സതീശൻ അതുപോലെ യു ഡി എഫ് കേന്ദ്രങ്ങളിലും കോൺഗ്രസിൻ്റെ വേദികളിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന് മുമ്പുള്ള അതിന് കുറച്ച് മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങോട്ടാണ്? നിലവിലെ വിവാദങ്ങളൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായി ഈ നിലവിലത്തെ ഫലത്തോടെ. ഇനി എന്താവും മുന്നോട്ടുള്ള സാഹചര്യം എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ബി ജെ പി സംബന്ധിച്ചും? തീർച്ചയായും ഇതിപ്പോൾ ഒരു നിർണായകമാണ്. നമുക്കൊരു സെമി ഫൈനൽ പോരാട്ടം എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എക്കാലത്തും വിശേഷിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ 3 മാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഇതിൻ്റെ ഒരു ജനവിധിയുടെ ഒരു തുടർച്ചയായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് മാറാനുള്ള സമയമുണ്ട്. രാഷ്ട്രീയ അന്തരീക്ഷം മാറി വരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ നിലവിൽ ഇത്രയേറെ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും കത്തിനിന്നിട്ടും യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു ആശങ്കയാണ് യു ഡി എഫ് ക്യാമ്പിന് വേണ്ട. അവർക്കാണ് പ്രതീക്ഷ വരുന്നതെന്ന് പറയാൻ പറ്റും. വി ഡി സതീശനും സണ്ണി ജോസഫിനും ഒരു ആത്മവിശ്വാസത്തോടെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ബി ജെ പിയുടെ ക്യാമ്പിലേക്ക് വരുമ്പോൾ മാറാത്തതിന് മാറും എന്ന അവരുടെ മുദ്രാവാക്യം അതൊരു പരിധിവരെ ഫലം കണ്ടു കാണും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ മാറാത്തത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ഇതിലേക്കാണ് ഇപ്പം തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പാലക്കാടിന് പുറകെ വരുന്നത്. തൃപ്പൂണിത്തുറയിലും പിന്നെ ഒരു ഭരണം പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ജിബി പറഞ്ഞ പോലെ എൽ ഡി എഫ് മികച്ച പ്രചാരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ എൽ ഡി എഫിന് ഒരു തിരിച്ചടി തന്നെയാണ്. ഇപ്പം നഗരസഭയായാലും കോർപ്പറേഷനായാലും ജില്ലാ പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും എല്ലായിടത്തും യു ഡി എഫിനാണ് ഇപ്പോൾ ഒരു മേൽക്കൈ നമുക്ക് കാണുന്നത്. 6 കോർപ്പറേഷനിൽ 4 യു ഡി എഫ് മുന്നേറുന്നു. എൽ ഡി എഫും എൻ ഡി എയും ഇതാ വരുന്നത്. 86 നഗരസഭയിൽ വരുമ്പോൾ 50ഓളം സ്ഥലത്ത് ഇപ്പം വരുന്നത് തന്നെ യു ഡി എഫ് ആണ് മുന്നേറുന്നത്. ജില്ലാ പഞ്ചായത്തിൽ 8 യു ഡി എഫ് ആണ് മുന്നേറുന്നത്. അങ്ങനെ പഞ്ചായത്തിന്റെ ഫലം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും മൃഗീയ ഭൂരിപക്ഷത്തിലാണ് പഞ്ചായത്തുകളുടെ എണ്ണത്തിലും യു ഡി എഫ് മുന്നേറുന്നത്. അപ്പോൾ യു ഡി എഫ് ക്യാമ്പിന് ആത്മവിശ്വാസമുണ്ട്. യു ഡി എഫിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രചാരണങ്ങളും വിവാദങ്ങളും ഒന്നും നമ്മളെ ബാധിച്ചിട്ടില്ലാണ്. ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ മാത്രം പുറകെയല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. നേരത്തെ ശബരിമല പാളിയിൽ ഉൾപ്പെടെയുള്ള വിഷയം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ നോക്കണം. പക്ഷേ അതിനേക്കാൾ ഏറെ മറ്റു വിഷയങ്ങൾ സർക്കാരിന്റെ ഭരണ വിലയിരുത്തലുകൾക്കൊക്കെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കടക്കേണ്ട ഘട്ടത്തിലേക്ക് കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രെൻഡ് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. 2010 മറ്റു വരുന്ന ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ ഒരു മാറ്റം ജനങ്ങളുടെ മനസ്സിലുണ്ടോ? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് ഇത് വരുന്നത് പ്രാദേശിക വിഷയങ്ങളൊക്കെ ഉണ്ടാവും, പ്രാദേശിക സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും വിമതരും സ്വതന്ത്രമൊക്കെ ജയിച്ചു കയറിയിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റമുണ്ട് തമ്മിൽ വരുമ്പോൾ. എങ്കിൽ കൂടി കൃത്യമായ വിലയിരുത്തൽ വേണം. അതിനധികം സമയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സമയമുണ്ട് പറയാൻ പറ്റും. തദ്ദേശ തെരഞ്ഞെടുപ്പിനും പിന്നെ പക്ഷേ ഇതിന് അധികം സമയമില്ല. പെട്ടെന്ന് തന്നെ തിരുത്തലുകളൊക്കെ പോകേണ്ടി വരും. അംഗീകരിച്ചേ പറ്റൂ. ഈ പരാജയം സി പി എം തിരിച്ചടി പരാജയം എന്നുള്ള തിരിച്ചടി അംഗീകരിച്ചേ പറ്റൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സീറ്റുകളിൽ നിന്ന് വാർഡുകൾ കൂടിയിട്ടും വലിയ തിരിച്ചടിയിലേക്ക് പോവുകയാണ്. അപ്പം എൽ ഡി എഫ് പ്രതീക്ഷ വെച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പം കാര്യങ്ങൾ മൊത്തം മാറി പറഞ്ഞിട്ടുണ്ട്. എൻ ഡി എ ആണ് മുന്നേറുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ നേരെ തിരിഞ്ഞു ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ വർഷം നമുക്കൊരു ടൈറ്റ് ആയിരുന്നു. പക്ഷേ അവിടെയും മൃഗവീരഷനിൽ യു ഡി എഫ് കയറി വരുന്നു. കണ്ണൂർ കോർപ്പറേഷനിലും പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോഴേക്കും അങ്ങനെയാണ്. കഴിഞ്ഞ വർഷം 3 മാത്രം പോയി എടുക്കുക. ഇപ്രാവശ്യം 8 നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വെറും 6 ഒതുങ്ങേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ അതിൽ കൊല്ലം കോർപ്പറേഷൻ നമ്മൾ എടുത്തു പറയണം. കൊല്ലം കോർപ്പറേഷൻ സി പി എമ്മിന്റെ കുത്തക മണ്ഡലം ഒരു സീറ്റായിട്ട് കാണേണ്ടത് 10-45 വർഷം ഭരിച്ചെടുത്ത് അവിടെയും യു ഡി എഫ് മുന്നേറുന്നു. കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോട് മാത്രം ഒരു ആശ്വാസമുള്ളത്. പക്ഷേ അവിടെയും ബി ജെ പി വളരുന്നുണ്ട്. ബി ജെ പിയുടെ പ്രചരണത്തിൽ മറ്റൊരു കാര്യം, അവർ എല്ലായിടത്തും ശ്രദ്ധിക്കാതെ A+ മണ്ഡലങ്ങളും A+ സീറ്റുകളും അങ്ങനെ തിരിഞ്ഞിട്ടാണ് ബി ജെ പി പ്രചരണം കൊണ്ടുപോകുന്നത്. ഈ തൃപ്പൂണിത്തുറയും പാലക്കാട് പോലെ തന്നെ തൃപ്പൂണിത്തുറയൊക്കെ പിടിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. 12 നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. 12 കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ തൃപ്പൂണിത്തുറയിലൊക്കെ ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി പിടിക്കാൻ വേണ്ടി പറ്റുന്നു. വാർഡുകളുടെ എണ്ണത്തിൽ വലിയ ഇത് വരുന്നു. അതിപ്പം കോർപ്പറേഷനുകളായാലും മറ്റായാലും കൂടുതൽ വാർഡുകൾ നേടാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ബി ജെ പിക്ക് ഒരു പൊത്തിന് ഊർജ്ജം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ നേതാക്കൾ പറയുന്ന പോലെ 10ഓളം മണ്ഡലങ്ങളിൽ നിയമസഭയിലേക്ക് നേടാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് ഒരു ട്രെൻഡ് വരുമ്പോൾ. പക്ഷെ ഇത് മാറാം. നിയമസഭ തെരഞ്ഞെടുപ്പിൽ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ അക്കൗണ്ട് തുറന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു. അവിടെ ശ്രീലേഖ IPS ശ്രീലേഖ ഡി ജി പി വിജയിച്ചിട്ടുണ്ട്. മിക്കവാറും അവർ ചെയർമാൻ കോർപ്പറേഷൻ മേയറായിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ മറ്റു 2 മുന്നണികൾക്കും പ്രതീക്ഷയുടെ ഒരുപാട് കരുതുന്നുണ്ട്. സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എവിടെയാണ് തെറ്റിയെന്നും ഈ ഭരണ നേട്ടങ്ങൾ പറയുമ്പോൾ ഈ നമ്മൾ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള വീടിൻ്റെ കാര്യം പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞത് ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് പ്രചരണം നയിച്ചത്. പക്ഷേ എങ്ങനെ വരുമ്പോൾ
എവിടെയാണ് പിഴച്ചതെന്ന് നോക്കേണ്ടതുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള വിഷയം ഇത്രയും തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്രയും ചർച്ചയായിട്ടും ഒരു MLA ഒരു നിയമസഭാ അംഗത്തിന് ഒളിവിൽ പോകേണ്ടി വന്നിട്ടും അവിടെയും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാറി വരും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കേസ് LDFനെ പ്രതിരോധത്തിലാക്കി. പക്ഷെ നമ്മൾ കുറച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് മുമ്പോട്ട് ബാക്കിലോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഒരു വൈകുന്നേരം ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു. ആ പ്രസ് മീറ്റിൽ ഏറെക്കുറെ ഒരു ബജറ്റ് അവതരണം പോലെ മുഖ്യമന്ത്രി കുറച്ച് കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് സാധാരണക്കാരെ ഉൾപ്പെടെ ബാധിക്കുന്ന, സാധാരണക്കാർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്ന കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തി. അതിൻ്റെ നമ്മൾ ക്ഷേമ പെൻഷൻ്റെ കാര്യം, സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അത് വളരെ ശ്രദ്ധേയമായൊരു പ്രഖ്യാപനങ്ങളായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെ, അടിത്തട്ടിലുള്ള എല്ലാവരെയും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് മാത്രമാണ് നടത്തിയത്. അത് ക്ഷേമ പെൻഷൻ്റെ വർധനവ് സാധാരണക്കാരെ എന്നാ കാണിച്ചാലും സ്വാഭാവികമായിട്ടും അവരെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ അത്രയും പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം തെരഞ്ഞെടുപ്പാണല്ലോ വരാൻ പോകുന്നത്. പക്ഷെ അതും ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഫലം കണ്ടില്ല. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇവിടെ കാര്യമായിട്ട് ഏശിയിട്ടും ഇല്ലെന്ന് നമുക്ക് അറിയാം. പക്ഷെ സ്വർണ്ണപ്പാളി പോലുള്ള വിഷയങ്ങൾ നിലവിലെ ചർച്ചയായിട്ടുണ്ട്. അത് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ അത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വർണ്ണഭേദത്തെ വികാരം എന്നൊരു സംഭവം ഇവിടെ വരുന്നുണ്ട്. സ്വർണ്ണപ്പള്ളി വിഷയം പറയുമ്പോൾ അതിൽ മറ്റൊരു ഇതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു MLA ഒരു വ്യക്തിയുടെ ഒരു വൈകൃതം അല്ലെങ്കിൽ അയാളുടെ ക്രിമിനൽ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് UDFന് ഒരു പരിധി പ്രതിരോധിക്കാൻ പറ്റും. പക്ഷേ LDFന്റെ സ്വർണ്ണപ്പള്ളി വിവാദം വരുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെയാണ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെയാണ് പിടിയിലാവുന്നത്. അങ്ങനെ വരുമ്പോൾ ഭരണത്തിന്റെ ഒരു തണൽ അല്ലെങ്കിൽ ഭരണത്തിന്റെ മറവിൽ നടത്തിയ ഒരു കൊള്ളയായിട്ട് ഒരു കുറ്റം കൃത്യമായിട്ട് ജനങ്ങൾക്കോട് എത്തിക്കാൻ വേണ്ടി UDFനും അത് BJPക്കും കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുമ്പോൾ അതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ച് അത് മറക്കാൻ ഒരു പരിധി വരെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം വരുമ്പം അതിൽ ഒരു പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ. ഭരണത്തിന്റെ മറവിലാണ് ഇത് നടത്തിയെന്ന് പറയുമ്പോൾ ഭരണത്തിന്റെ മറവിൽ ശബരിമല പോലൊരു ക്ഷേത്രത്തെ നമുക്കറിയാം. ഇപ്പം ശബരിമല, ഗുരുവായൂർ, പറശ്ശിനിക്കടവ്, ഇത് 3 ക്ഷേത്രങ്ങൾ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് അത്രയും ഒരു ഇത്, ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല ഈ 3 ആരാധനകൾ അത്രയോടെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. തീർത്ത അതിനെ തൊട്ടാ പൊള്ളും. അത് LDFന് 2019 മനസ്സിലായതാണ്. ആ തൊട്ടാ പൊള്ളുന്നു. എന്നിട്ട് പോലും ഈ ഒരു വിഷയം വരുമ്പം ഈ സ്വർണ്ണപ്പാളിയും ഈ കടത്തും വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൽ എത്രത്തോളം ഈ പറഞ്ഞ പോലെ അന്ന് തന്നെ ഇയാളെ പത്മകുമാറിനൊക്കെ പുറത്താക്കാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇതിപ്പം പറയും UDF പറയാൻ പറ്റിയതേ ഉള്ളൂ. അദ്ദേഹം പുറത്താക്കിയാൽ അയാൾ കൂടുതൽ LDF നേതാക്കളുടെ പേര് പറയും, CPM നേതാക്കളുടെ പേര് പറയും. അതുകൊണ്ടാണ് ഇവർ പുറത്താക്കാത്തതെന്ന് പറയുമ്പോൾ ആ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർക്ക് കൂടുതൽ കഴിയുന്നുണ്ട്. അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഭരണത്തിന് തുടരുന്നത്. പക്ഷെ ഇത് പറയുമ്പോഴും ശബരിമല ഉൾപ്പെടുന്ന റാന്നി പെരുന്നാട് പഞ്ചായത്ത് LDF ഭരണ തുടർച്ചയാണ്. LDF ജയിച്ചിട്ടുണ്ട്. ശബരിമല വാർഡിലും LDFനാണ് വിജയം, CPMനാണ് ജയം വന്നിരിക്കുന്നത്. അത് അവിടെ 2 വാർഡും CPMന്റെയും UDFന്റെയും സ്ഥാനാർത്ഥിക്ക് ഒരുപാട് വോട്ടാണ് കിട്ടിയത്. ടോസിലാണെന്ന് തോന്നുന്നു ജയിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും പറയാൻ വേണ്ടി LDFന് പറയാൻ വേണ്ടി ശബരിമല പഞ്ചായത്തും ശബരിമല വാർഡും നമുക്ക് ജയിച്ചു എന്ന് പറയാം. പക്ഷേ അത് അവിടെ ഒതുക്കുന്ന വിഷയമല്ല. കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കാസർഗോഡും പാറശാലയും എല്ലാം ഒരുപോലെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധ വേണ്ടിയിരുന്നു, അല്ലെങ്കിൽ നടപടി വേണ്ടിയിരുന്നു. പിന്നെ തീവ്രത വളർന്ന നേതാവൊക്കെ തോച്ചിട്ടുണ്ട്. അതുകൂടെ അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പോകണം. അപ്പം ഒരു സൈഡ് മാത്രമല്ല കാണുന്നത്, 2 സൈഡും കാണുന്നുണ്ടെന്നും എല്ലാം കൃത്യമായി വിലയിരുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഇത് വരുമ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിലും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയായിരുന്നു കത്തിയുന്നത്. ചോദ്യങ്ങൾ വന്നതും അതേ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ ഈ പറഞ്ഞ ഒരു നേതാവിന്റെ അതിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം, അതിൽ സംശയമൊന്നുമില്ല, അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത ബൂത്തിൽ പോലും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുന്നത്, റിപ്പോർട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് എത്രത്തോളം ചർച്ച ആയില്ല എന്നും പറയാൻ വേണ്ടി പറ്റില്ല. അത് ഒരുപക്ഷെ അതില്ലായിരുന്നെങ്കിൽ ഇതിലും തിളക്കമാർന്ന വിജയം കോൺഗ്രസും UDFും നേടിയാനെ. അതിന്റെ ഒരു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, ട്രെൻഡ് അങ്ങോട്ടാണ് തന്നെ. പക്ഷേ ഇതെങ്കിൽ നിയമസഭ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇവർക്ക് രാഹുലിനെ മൊത്തം തള്ളാനും ഈ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. UDFന് വഴി ക്ലിയറായി തുറക്കുകയാണ്. അതിനൊപ്പം തന്നെ NDAക്കും BJPക്കും NDAക്കും ഒരു വലിയൊരു ഇത്, നിയമസഭയിലേക്ക് ഒരാളല്ല, കഴിഞ്ഞ തവണത്തെ പോലെ ഒരാൾ മാത്രമല്ല, ഇപ്രാവശ്യം അക്കൗണ്ടില്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒരാളായിരുന്നു, ഒന്നിലധികം ആൾക്കാരെ എത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. അതവർ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ. മാറാത്തതിന് മാറുന്നു പറഞ്ഞിപ്പോൾ വന്ന് രാജേഷ് പ്രസിഡന്റിന്റെ ടീമും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കൊണ്ട് കളയുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. LDFന് വലിയ തിരിച്ചടിയിലേക്ക് പോകാണ്ടിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഒരു വിലയിരുത്തൽ എത്രയും പെട്ടെന്ന് വേണം, കൃത്യമായ പ്ലാൻ വേണം. BJPനെ ശ്രദ്ധിക്കേണ്ട സമയമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണപ്പാളി വിഷയമായിട്ട് UDF വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിട്ട് LDF വന്നപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഗ്രാസ് റൂട്ട് ലെവലുള്ള പ്രവർത്തനമായിട്ട് BJP സജീവമായിരുന്നു. അതിപ്പോൾ ഈ പഞ്ചായത്തിലടക്കമുള്ള നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. പലയിടത്തും നമുക്ക് UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പലയിടത്തും 3ാം സ്ഥാനത്തേക്ക് LDF പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെ പലയിടത്തും BJP ഉണ്ടാക്കിയത്. അപ്പൊ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. വളരെ ചുരുങ്ങിയ കാലമാണ് ഉള്ളത്. പ്രചാരണത്തിനുള്ള സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വിഷയം മനസ്സിലാക്കുക, എവിടെയാണ് പിഴച്ചതെന്ന് കണ്ടെത്താനും
അതിനെ പരിഹരിക്കാനും പറ്റിയാൽ മാത്രം ഒരു പോരാട്ടം നടത്താമെന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ തുടർഭരണത്തിന് സാധ്യതയുണ്ടോ എന്ന് അപ്പോഴും സംശയമാണ്. പക്ഷേ ഒരു പോരാട്ടം നടത്താൻ പറ്റും. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ BJPക്കും UDFനും, ഈ BJPയും UDF എന്ന് പറയുമ്പോൾ BJPയുടെ വലിയൊരു വളർച്ചയ്ക്ക് ഒരു കേരളം സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പം കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും. അല്ല, അത് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ അവർ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ അതൊരു വലിയ സെമിഫൈനൽ തന്നെയാണ്. സെമിഫൈനൽ ഇത്രയും വലിയൊരു റിസൾട്ട് UDF പ്രതീക്ഷിച്ചിട്ടില്ല. ഒട്ടും പ്രതീക്ഷിക്കാനാവില്ല. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ കത്തിയേക്കുമ്പോൾ അവർ ശബരിമല പിന്നെ അത് മറക്കാനാണ് ഇത് മറക്കാനാണ് കുറേ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി അത്രത്തോളം ഒരു ഇത് ആരും പ്രതീക്ഷിച്ച ഇതല്ല വരുന്നത്. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ അവർക്ക് അത് ജയിക്കാൻ വേണ്ടി പറ്റി. നേതൃത്വത്തിന് അതിൽ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. തകരാത്ത കോട്ടകളൊന്നും ഇല്ലെന്ന് കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കോട്ടകൾ ഇടിച്ചു കാത്തിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയാൽ അത് UDFിനൊരു ഭരണത്തിലേക്ക്, ഒരു തിരിച്ചുവരവിലേക്ക്, ഒരു പുതുജീവൻ കോൺഗ്രസിന്, രാജ്യത്താകെയുള്ള കോൺഗ്രസിന് നൽകാമെന്ന് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.